Hello everyone, welcome to Sail Talks. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോ ആണ്. വിമാനത്തിൻ്റെ മൈലേജ് അഥവാ ഫ്യൂൽ എഫിഷ്യൻസി. വിമാനത്തിന് എത്ര മൈലേജ് കിട്ടുമെന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിനൊരു ഉത്തരം കിട്ടുമോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത സമയത്ത് ഒരുപാട് ഫ്യൂൽ ആവശ്യമാണ്. കാരണം പാസഞ്ചർ, പിന്നെ കാർഗോ, ലഗേജ് എല്ലാം തന്നെ എയറിലൂടെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫ്യൂൽ വേണ്ടി വരും. എയർക്രാഫ്റ്റിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ടാണ്. എയർക്രാഫ്റ്റിൻ്റെ സൈസ്, എയർക്രാഫ്റ്റിൽ കൊണ്ടുപോകുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണം, എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന എൻജിൻ്റെ ടൈപ്പ്, എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യുന്ന കാർഗോയുടെയും ബാഗേജിൻ്റെയും വെയ്റ്റ്, അതുപോലെ തന്നെ ഏത് ഡെസ്റ്റിനേഷനിലായിട്ടാണോ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടുള്ള ഫ്ലൈയിങ് ടൈം, എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യുമ്പോഴുള്ള ആൾട്ടിറ്റ്യൂഡ്, ഇവ എല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കോമൺലി രണ്ട് തരത്തിലുള്ള ഫ്യൂലാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ജെറ്റ് ഫ്യൂലും ഏവിയേഷൻ ഗ്യാസ് ഫ്യൂലും. അപ്പോൾ നമുക്ക് ചില ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസീസ് നോക്കാം. ആദ്യമായിട്ട് ബോയിങ് 747. ഈ വിമാനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷം ലിറ്ററിന് മുകളിലാണ്. ഒരു സെക്കൻഡിൽ 4 ലിറ്റർ ഫ്യൂലാണ് ബേൺ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 14,000 ലിറ്ററിന് മുകളിലാണ് ഈ വിമാനത്തിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ. ഈ ബോയിങ് 747 വിമാനം കൂടുതലായിട്ടും കാർഗോ ഫ്ലൈറ്റ്സ് അഥവാ ഫ്രൈറ്റേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ ലോകത്തിൽ പല എയർലൈൻസും ഇത് പാസഞ്ചർ ഓപ്പറേഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യയുടെ പക്കൽ മാത്രമാണ് ഈ ബോയിങ് 747 വിമാനം കൈവശമുള്ളത്. ഇന്ത്യയിലുള്ള എയർലൈൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിഗോ എയർലൈൻസ് ഉദാഹരണമായിട്ട് എടുക്കാം. അവർക്ക് കൂടുതലുള്ളത് എയർബസ് 320, പിന്നെ പുതുതായി വന്ന എയർബസ് 321 നിയോ എന്ന വിമാനങ്ങളാണ്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എയർബസ് 320യുടെ ഏകദേശം 30,000 ലിറ്ററും എയർബസ് 321 നിയോയുടെ ഏകദേശം 32,000 ലിറ്ററുമാണ്. ഈ വിമാനങ്ങളുടെ ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 2,500 ലിറ്റർ പെർ അവറാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായ എയർബസ് A380 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലക്ഷം ലിറ്ററിന് മുകളിലാണ്. മാത്രമല്ല മണിക്കൂറിൽ 12,000 ലിറ്ററാണ് ഈ വിമാനത്തിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ. അടുത്തതായി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എയർലൈൻസ് യൂസ് ചെയ്യപ്പെടുന്ന വിമാനമാണ് ബോയിങ് 737 സീരീസ്. ഇതിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 3,000 ലിറ്റർ പെർ അവറാണ്. ഇതിൻ്റെ തന്നെ പുതിയ വേരിയൻ്റായ 737 മാക്സ് എന്ന വിമാനവുമുണ്ട്. ഇന്ത്യയിൽ സ്പൈസ് ജെറ്റ് എയർലൈൻസ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എയർക്രാഫ്റ്റിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസീസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബോയിങ് 737, എയർബസ് 320, 321 നിയോ എന്നീ എയർക്രാഫ്റ്റുകൾക്കാണ് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്. ടൈറ്റാനിയവും കാർബൺ ഫൈബറുമാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഫ്ലൈറ്റിൻ്റെ 30% കോസ്റ്റും ഈ ഒരു ഫ്യൂലിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എയർലൈൻസും കൂടുതൽ പുതിയ എയർക്രാഫ്റ്റിനെ ഓർഡർ ചെയ്യുന്നത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എയർക്രാഫ്റ്റിൽ ഫ്യൂൽ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും എയർക്രാഫ്റ്റിൻ്റെ മൈലേജ് അഥവാ ഫ്യൂൽ എഫിഷ്യൻസി നിർണ്ണയിക്കപ്പെടുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നറിയാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So this is Sayed signing off.